ഏതെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ നിന്ന് ഇസ്ലാമിക രാജ്യത്തിൽ നിന്ന് ഒരു ചലച്ചിത്ര പ്രവർത്തകന് കേരളത്തിൽ ഈ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയൂ എന്നാണ് ശ്യാംരാജ് ഈ ചർച്ചയിൽ പറഞ്ഞത്. പറയാം പറയാം ആ രാജ്യത്തിൽ അദ്ദേഹം മറുപടി പറയട്ടെ. ശ്യാം, ഇനി ശ്രീ വി കെ ജോസഫിന്റെ സമയം, അദ്ദേഹം മറുപടി പറയട്ടെ. അല്ല, ഇനി ഞാൻ പറയട്ടെ. ഞാൻ നിങ്ങൾ പറയുന്ന പോലെ മിണ്ടാണ്ടിരുന്നല്ലോ. ഞാൻ പറയുന്നത് IFFK ഒരു പ്രധാനപ്പെട്ട ജൂറി, FFSI KR മോഹനൻ അവാർഡിന് വേണ്ടിയിട്ടുള്ള ജൂറിയിൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പ്രതിനിധി ആയിട്ട് വന്നിരിക്കുന്നത് മ്യൂക് ടുറാൻ എന്ന് പറഞ്ഞ വനിതയാണ്. വലിയ ഭയങ്കര ഇൻ്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള സ്കോളറാണ്, ഫിലിം ക്രിട്ടിക്കാണ്, ടർക്കിയിലെ ആർട്ട് മ്യൂസിയത്തിൻ്റെ ഡയറക്ടറാണ്, ധാരാളം ഫിലിം ഫെസ്റ്റിവൽ ജൂറി ആയിട്ടുള്ള ഒരാൾ. അവരുടെ പേരിൽ ഒരു കേസും ഇല്ല. അവരുടെ വിസ തടഞ്ഞു വെച്ചു. അവസാന നിമിഷം അവർക്ക് പകരം വേറെ ജൂറിയെ കണ്ടുപിടിക്കേണ്ടി വന്നു. അവർക്ക് പകരം വന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരാളെ കണ്ടുപിടിക്കേണ്ടി വന്നു, ലതിക പട്കനോക്കർ എന്ന് പറയുന്നത്. മറ്റൊന്ന് അസർബൈജാനിൽ നിന്നുള്ള ഒരു ചലച്ചിത്രകാരനെ, അതായത് പേര് ഓർമ്മയില്ല, അവർക്ക് വിസ നിഷേധിച്ചിട്ടുണ്ട്. പല ആൾക്കാർക്കും ഇതുപോലെ നിഷേധിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെ പേര് ഞാൻ എടുത്തു വെച്ചിട്ടില്ല. അറിയാവുന്ന, എനിക്ക് മ്യൂക് ടുറാനെ പേഴ്സണലായിട്ട് അറിയാം. ഞങ്ങൾ പല ഫിലിം ഫെസ്റ്റിവലിലും ഒരുമിച്ച് ജൂറിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അത് നിങ്ങൾ നിഷേധിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. മറ്റൊന്ന്, സാധാരണ ഇതൊരു ഫോർമൽ പ്രോസസ്സാണ്. ഈ ലിസ്റ്റ് കൊടുക്കുമെന്ന് പറയുന്നത് ഈ സിനിമയെല്ലാം കണ്ട് അവർ തീരുമാനിക്കാൻ വേണ്ടിയിട്ടല്ല. വളരെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഒരു ഏജൻസി ഉണ്ടാക്കിയെടുക്കുന്ന ലിസ്റ്റാണ്. ഈ സിനിമ ആകാശത്തുനിന്ന് വരുന്നതല്ല. ഈ സിനിമ ലോകത്തെ പല ഫിലിം ഫെസ്റ്റിവലുകളിലും കാണിച്ചിട്ടുള്ള, ബഹുമതി കിട്ടിയിട്ടുള്ള, നിരൂപക പ്രശംസ നേടിയിട്ടുള്ള സിനിമകൾ നമ്മൾ ഒരു ലിസ്റ്റ്, അതിൻ്റെ സെലക്ടർമാരും പ്രോഗ്രാമറും ലിസ്റ്റ് ഉണ്ടാക്കി ആ സിനിമ പണം കൊടുത്ത് വാങ്ങിച്ചിട്ട് അതിൻ്റെ ലിസ്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് അക്കാദമി കൊടുക്കുമ്പോൾ അവർ കുറേയധികം, സാധാരണ എല്ലാ വർഷവും കൊടുക്കുന്ന സമയത്ത് തന്നെ കൊടുക്കുക. കേവലം ഒരാഴ്ച കൊണ്ടോ 10 ദിവസം കൊണ്ടോ ചെയ്തു തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഈ കണ്ട കാലം മുഴുവൻ അങ്ങനെയാണ് നടക്കാറ്. അല്ലാണ്ട് വളരെ 1 മാസം മുമ്പോ 2 മാസം മുമ്പോ ഒരു ലിസ്റ്റ് കൊടുക്കാൻ പറ്റില്ല. ഒരു ഫിലിം മേക്കറെ ഇൻവൈറ്റ് ചെയ്യാണെന്ന് വിചാരിക്കുക. ആ ഫിലിം മേക്കർക്ക് വിസ കിട്ടുമോ എന്ന് തീരുമാനമായിട്ട് മാത്രമാണ് അതിന് ശേഷമേ അയാളുടെ ഫിലിം ഷെഡ്യൂൾ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അത് കിട്ടും എന്നുള്ള അസംഷനിലാണ് മിക്കവാറും എല്ലാ ഫിലിമുകളും നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. അങ്ങനെ ഷെഡ്യൂൾ ചെയ്യുന്ന ഒരു സിനിമകളും ഇതുവരെ തടയപ്പെട്ടിട്ടില്ല. ഇതാദ്യമാണ്. അതുപോലെ ബംഗാളിലെ കാര്യം അദ്ദേഹം പറഞ്ഞല്ലോ, ബംഗാളിൽ കാണിച്ചു എന്നുള്ള കാര്യം. ബംഗാളിൽ കാണിച്ചത് ആ നിരോധനം ലംഘിച്ചിട്ട് കാണിച്ചതാണ്. നിങ്ങൾ നിരോധിച്ചോ, ഞങ്ങൾ കാണിക്കുമെന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചത്. അല്ലാണ്ട് അവിടെ സൗജന്യത്തിൽ നിങ്ങൾ പലസ്തീൻ സിനിമയെല്ലാം കാണിച്ചോ, അവിടെ കാണിച്ചോ, ഇവിടെ കാണിച്ചുള്ളതെന്നല്ല. ഇതെല്ലാം ആരെങ്കിലും പറയുന്ന ഒരു നുണയല്ല. ഇതിന് കൃത്യമായ രേഖകൾ നിങ്ങൾക്ക് ചലച്ചിത്ര അക്കാദമിയിൽ പോയാൽ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. വിവരാവകാശം വിളിച്ച് ചോദിക്കാം, അവിടെ പോയി അന്വേഷിക്കാം. എത്ര സിനിമകൾ ആണ് ആദ്യം 30 സിനിമകളുടെ ആണ് നിരോധനം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അവർ വീണ്ടും ലിസ്റ്റൊക്കെ അയച്ച് വിശദമായ സിനോപ്സിസ് അയക്കുന്നു. ആ സിനോപ്സിസിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ പടങ്ങൾ വീണ്ടും കിട്ടുന്നു. പിന്നെ വീണ്ടും ഇന്നലെ 4 സിനിമയ്ക്ക് കിട്ടി. ഇവിടുത്തെ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ. അപ്പോൾ ഇന്നലെ വരെ ഇല്ലാത്ത മാതിരി പുതിയ ഒരു കാര്യം കൂടെ അവർ ആവശ്യപ്പെടുകയാണ്. അവർ സാധാരണ സിനോപ്സിസ് ആണ് ചോദിക്കുന്നത്. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് സ്ക്രീനർ വേണം എന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ കാണിക്കാൻ പോകുന്ന സിനിമയുടെ ലിങ്ക് അയച്ചു കൊടുക്കണം. ആ ലിങ്ക് അയച്ചു കൊടുക്കുമ്പോൾ എന്താണ്, അവർ ആ സിനിമ മുഴുവൻ ഇരുന്ന് കണ്ടിട്ട് തീരുമാനിക്കുന്നു. 10-200 സിനിമകൾ അവിടെ ഇട്ട് കണ്ട് തീരുമാനിക്കാനുള്ള യോഗ്യതയുള്ള ആരാണ് അവിടെ ഉള്ളത്? അവരാണ് തീരുമാനിക്കുന്നത്. അതിന് യോഗ്യതയുള്ള ആളുകൾ, ഇൻ്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള ആളുകൾ, ലോകത്തെ പല ഫിലിം ഫെസ്റ്റിവലിലെ വിദഗ്ധർ, ചലച്ചിത്ര നിരൂപകർ, പ്രോഗ്രാമർമാർ, ക്യൂറേറ്റർമാർ, ഫെസ്റ്റിവൽ ഡയറക്ടർമാർ, അവർ കണ്ട സിനിമകൾ നമ്മൾ ഇവിടുത്തെ ലിസ്റ്റ് ഉണ്ടാക്കി കാണിക്കുകയാണ്. നമ്മൾ തീരുമാനിക്കുന്ന പോലെ ഈ രാജ്യത്തിന് രാജ്യദ്രോഹകരമായിട്ടുള്ള, രാജ്യത്തിൻ്റെ ഐക്യത്തെ തകർക്കുന്ന സിനിമകൾ പാടില്ല എന്നാണ് നമ്മൾ സെൻസറിലെ പ്രധാന സംഗതി. എന്ന് വെച്ചാൽ രാജ്യദ്രോഹം എന്ന് പറഞ്ഞാൽ അത് ഇൻവെർട്ടഡ് കൊമേലാണ് കേട്ടോ, ഇപ്പോഴത്തെ രാജ്യദ്രോഹം അല്ല. അതുകൊണ്ട് ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വസ്തുതാപരമായി ശരിയായ കാര്യമാണ്. എനിക്ക് നുണ പറയേണ്ട ഒരു കാര്യമില്ല. ഞാൻ സിനിമയെ കാണുന്നത്
ഒരു സാംസ്കാരിക ഉൽപ്പന്നം എന്നുള്ള നിലയിലാണ്. സിനിമ നിങ്ങൾ പലരും കാണുന്നുണ്ടാവും ഒക്കെ ആയിരിക്കും. പക്ഷേ സിനിമ, ഒരു നല്ല സിനിമ ഒരു മനുഷ്യനെ കൂടുതൽ നല്ല മനുഷ്യനാക്കും. അങ്ങനെയാണ്. അങ്ങനെ കൂടുതൽ നല്ല മനുഷ്യനാക്കാൻ പ്രേരിപ്പിക്കുന്ന, ലോകത്തെമ്പാടുമുള്ള മനുഷ്യരുടെ സ്വപ്നങ്ങളും സങ്കടങ്ങളും അവരുടെ ചരിത്രവും അവരുടെ സാംസ്കാരികമായ നിലപാടുകളും ഒക്കെ അറിയാനുള്ളൊരു മാർഗ്ഗമാണ് നമ്മളുടെ ഈ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫെസ്റ്റിവലുകൾ തന്നെ അസാധ്യമാക്കുന്ന ഒരു കാലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഫെസ്റ്റിവലുകളുടെ ഒരു പ്രധാന വലിയ ഗുണം, വിവിധ തരത്തിലുള്ള മനുഷ്യർ കൂടിച്ചേരുകയാണ്. വിവിധ രാഷ്ട്രീയ അഭിപ്രായങ്ങളുള്ള ആളുകൾ, വിവിധ ജാതി മതത്തിലുള്ള ആളുകൾ, വിവിധ പ്രായത്തിലുള്ളവർ, വിവിധ അഭിരുചികളുള്ള ആളുകൾ, ഇത്രയും ആളുകളുടെ കൂടിച്ചേരൽ എന്ന് പറയുന്നത് സൗഹൃദങ്ങൾ പൂക്കുന്നൊരു സ്ഥലം കൂടിയാണത്. മനുഷ്യരുടെ ഐക്യദാർഢ്യം ഉണ്ടാകുന്ന സ്ഥലമാണത്. അങ്ങനെ ആണ് ഈ മേളകളുടെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത്. ഞാൻ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഒരു പൊളിറ്റിക്കൽ സ്ഫിയർ ഉണ്ടാക്കുന്നത്, ഒരു കൾച്ചറൽ സ്ഫിയറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ ഉള്ളൊരു സ്പേസ് നിലനിൽക്കുന്നത് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടാവും. അങ്ങനെയുള്ളൊരു സ്പേസിൽ നിങ്ങൾ വെറുപ്പിൻ്റെയും ശത്രുതയുടെയും ആശയങ്ങളെ കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത്, സിനിമയെ സ്നേഹിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ, അതിനെക്കൂടെ ആശങ്കയുള്ള ഒരാളെന്നുള്ള നിലയിൽ ഞാൻ വിചാരിക്കുന്നത്, ഇത്തരം മേളകൾ ഒന്നും ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന തരത്തിലേക്ക് ഒരു കാലം നമ്മൾ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ തീർച്ചയായിട്ടും ചെറുപ്പക്കാർ തന്നെ, ഇപ്പോൾ വസീഫൊക്കെ ഇവിടെ ഇരിക്കുകയാണ്, ഈ ബാച്ചിസ്റ്റ് പൊട്ടങ്ങൻ അടക്കമുള്ള സിനിമകൾ കേരളത്തിലൊട്ടാകെ നിരന്തരം കോളേജുകളിലും യുവാക്കളിലും കൊണ്ടു നടന്ന് കാണിക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ സിനിമയ്ക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇതിനകത്ത് ഒരു സിനിമയ്ക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. ഇവിടെ തന്നെ അവാർഡ് കൊടുത്തിട്ടുള്ള സിനിമകൾ വീണ്ടും കാണിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.